ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ DC ജനറേറ്റേഴ്സ് ആണ്. DC ജനറേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷൻ അതുപോലത്തെ കാര്യങ്ങൾ, വോൾട്ടേജ് റെഗുലേഷൻ പോലത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൈൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. വൈൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടേംസ്, ആർമേച്ചർ വൈൻഡിങ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടേംസ്, ഫ്രണ്ട് പിച്ച്, ബാക്ക് പിച്ച്, പോൾ പിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ്. നമുക്ക് പല ടൈപ്സുള്ള വൈൻഡിങ്സ് ഉണ്ട്. സിംഗിൾ ലെയർ വൈൻഡിങ്, ഡബിൾ ലെയർ വൈൻഡിങ്, ക്ലോസ്ഡ് കോയിൽ, ഓപ്പൺ കോയിൽ വൈൻഡിങ് എന്നൊക്കെ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ്ങും അതേപോലെ ഓപ്പൺ കോയിൽ വൈൻഡിങ് ആണ്. ഇതത്ര കാര്യമായിട്ടൊന്നും എക്സാമിന് ചോദിക്കുന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ്, പോൾ പിച്ച് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് DC മെഷീൻസിലാണ്. എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് DC ആർമേച്ചർ വൈൻഡിങ്. DCയിലാണ് മെയിനായിട്ട് ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂട്ടേറ്റർ മെഷീൻ. കമ്മ്യൂട്ടേറ്റർ ഉള്ള മെഷീൻസിലാണ് ക്ലോസ്ഡ് കോയിൽ വൈൻഡിങ് യൂസ് ചെയ്യുക. അപ്പോൾ DC മെഷീൻസിലാണ് നമ്മൾ എന്തിൻ്റെ ആവശ്യം വരുന്നത്? കമ്മ്യൂട്ടേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. കാരണം AC എന്താക്കണം? DC ആക്കണം. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ മെഷീൻസിൽ അല്ലെങ്കിൽ DC മെഷീൻസിൽ യൂസ് ചെയ്യുന്ന കോയിലാണ് എന്ത്? ക്ലോസ്ഡ് കോയിൽ. ഓക്കെ, എന്ന് വെച്ചാൽ കോയിലിൻ്റെ എൻഡ്സ് എന്തുണ്ടാവും? ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പൺ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്തുള്ളത്? കോയിൽസിൻ്റെ എൻഡ്സ് ഉള്ളത്. എന്ന് വെച്ചാൽ അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് കണക്ഷൻ ഓഫ് ദ കോയിൽ വരുന്നത്. ഇനി ഓപ്പൺ കോയിലാണെങ്കിലോ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? AC സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ കോയിൽ യൂസ് ചെയ്യുന്നത്. DC ആർമേച്ചർ വൈൻഡിങ്ങിൽ ക്ലോസ്ഡ് കോയിൽ, AC സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ എന്ത് കോയിലാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ കോയിൽ വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ AC മെഷീൻ. എന്ന് വെച്ചാൽ കോയിൽസിൻ്റെ എൻഡ് എന്തായിരുന്നു? ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് കോയിലിൻ്റെ ഒരു എൻഡ്. ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു, മറ്റേ എൻഡ് എന്താണ്? ഇറങ്ങി ലാസ്റ്റ് മറ്റേ എൻഡും തന്നെ ആയിരിക്കും, ഓപ്പൺ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ AC സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് ഇത് ഓപ്പൺ കോയിൽ വൈൻഡിങ്, യൂസ്ഡ് ഫോർ AC മെഷീൻസ്. അതുപോലെ DC ആർമേച്ചർ വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് കോയിൽ. ഓക്കെ, ജസ്റ്റ് ആ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ദാറ്റ്സ് ഓൾ. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ വൈൻഡിങ്. ഫസ്റ്റ് പോയിന്റ്, ക്ലോസ്ഡ് വൈൻഡിങ് ആണെങ്കിൽ ദർ ഈസ് എ ക്ലോസ്ഡ് പാത്ത് അറൗണ്ട് ദ ആർമേച്ചർ പെറിഫറി. ആർമേച്ചറിൻ്റെ സൈഡിൽ പെറിഫറിയിൽ എന്തുണ്ടാവും? ക്ലോസ്ഡ് പാത്താണ് ഉണ്ടാവുക. പക്ഷേ ഓപ്പൺ വൈൻഡിങ് ആണെങ്കിൽ ദ ആർമേച്ചർ മേ ബി ലെഫ്റ്റ് ഓപ്പൺ. ഓക്കെ, ക്ലോസ്ഡ് വൈൻഡിങ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കില്ല, എന്തായിരിക്കും? ഓപ്പൺ വൈൻഡിങ് ആണ് ഉണ്ടാവുക. ഇനി ക്ലോസ്ഡ് ടൈപ്പ് വൈൻഡിങ് ആണെങ്കിലോ ഡബിൾ ലെയർ ടൈപ്പ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുക. എന്താണ് ഡബിൾ ലെയർ എന്നൊക്കെ നമ്മൾ വഴിയെ പറയും. ദീസ് വൈൻഡിങ്സ് ആർ ഓൾവേസ് ഡബിൾ ലെയർ ടൈപ്പ്. ഓപ്പൺ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താവാം? ഡബിൾ ലെയറും ആവാം, സിംഗിൾ ലെയർ. ക്യാൻ ബി എയ്തർ സിംഗിൾ ലെയർ ഓർ ഡബിൾ ലെയർ ടൈപ്സ്. ഓക്കെ, സിംഗിൾ ലെയർ എന്ന് വെച്ചാൽ ഒരു സ്ലോട്ടിൽ ഒരു വൈൻഡിങ് മാത്രമേ ഉണ്ടാവും, ഒരു കോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡബിൾ ലെയർ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? അടുത്ത ലെയർ വരും. അപ്പോൾ നെക്സ്റ്റ് ഡബിൾ ലെയർ പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ക്ലോസ്ഡ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ DC മെഷീൻ. ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൊന്ന്. ഏത് മെഷീനിലാണ് ക്ലോസ്ഡ് വൈൻഡിങ് അല്ലെങ്കിൽ ക്ലോസ്ഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്? ഏത് മെഷീനിലാണ്? അപ്പോൾ DC മെഷീൻസിലാണ് ക്ലോസ്ഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. AC മെഷീൻസ്, അതായത് ഇൻഡക്ഷൻ മെഷീൻസ്, സിങ്ക്രോണസ് മെഷീൻസ്, അതിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ ടൈപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസൈൻ ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. മറ്റേത് ഫ്ലെക്സിബിൾ ഡിസൈൻ ആണ്. ഓക്കെ, കാരണം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അധികം ഡിസൈൻസിലേക്കൊന്നും പോകാൻ പറ്റില്ല. മറ്റേലാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വൈൻഡിങ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലോസ്ഡ് വൈൻഡിങ് ആണെങ്കിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഡിസൈൻ ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ഓപ്പൺ വൈൻഡിങ് ആണെങ്കിൽ ഫ്ലെക്സിബിൾ ഡിസൈൻസ്. നെക്സ്റ്റ് സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. അതായത് സിംഗിൾ ലെയർ ആണെങ്കിൽ വൺ കോയിൽ സൈഡ് ഒക്യുപ്പൈസ് ദ ടോട്ടൽ സ്ലോട്ട് ഏരിയ. അതായത് ഇതാണ് ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്ലോട്ട്. ആ ഒരു സ്ലോട്ടിൽ എന്തുണ്ടാവും? വൺ കോയിൽ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, അതാണ് സിംഗിൾ. ഒരു ലെയർ ഓഫ് വൈൻഡിങ് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ സ്മോൾ DC മെഷീൻ. ചെറിയ മെഷീൻസിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ലെയർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. മറ്റേ ഡബിൾ ലെയർ നോക്കിയാൽ, ഡബിൾ ലെയർ എന്ന് വെച്ചാൽ 2 ലെയർ ആവാം, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. സ്ലോട്ട് കണ്ടെയ്ൻ ഈവൻ നമ്പർ ഓഫ് കോയിൽ സൈഡ് ഇൻ 2 ലെയർ. ഈവൻ നമ്പർ എത്ര? 2 ആവാം, 4 ആവാം, 6 ആവാം. അങ്ങനെ 2ൻ്റെ ആണ് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. അതുപോലെ എന്തുണ്ട്? ഒരു സ്ലോട്ടിൽ തന്നെ 2 കോയിൽ സൈഡും ഈവൻ നമ്പർ ഓഫ് കോയിൽ സൈഡ് വരും. ഒന്നുകിൽ 2 കോയിലാവാം, അല്ലെങ്കിൽ 4 കോയിലാവാം, അല്ലെങ്കിൽ 6 കോയിലാവാം. അങ്ങനെ ഒരു സ്ലോട്ടിൽ തന്നെ എന്തുണ്ടാവും? ലെയർ ബൈ ലെയർ ആയിട്ട് 2 കോയിൽ സൈഡ് എന്ത് ചെയ്യും? ഒക്യുപ്പൈ ചെയ്യും.
അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ ലെയർ വൈൻഡിങ്. ഇത് യൂസ് ചെയ്യുന്നത് ഹെവി മെഷീൻസിൽ, ലാർജ് മെഷീൻസ് 5 kW മെഷീനിലൊക്കെ ഉള്ള ആ റേഞ്ചിലുള്ള മെഷീൻസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡബിൾ ലെയർ വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലെയർ ആണെങ്കിൽ ടോട്ടൽ സ്ലോട്ട് ഏരിയയിൽ ഒരു കോയിൽ സൈഡ് മാത്രമേ ഓക്യുപ്പൈ ചെയ്യുള്ളൂ. യൂസ് ചെയ്യുന്നത് സ്മോൾ DC മെഷീൻസിലാണ്. ഡബിൾ ലെയർ ആണെങ്കിൽ the slot contain even number of coil side in 2 layer. Okay. പിന്നെ ഡബിൾ ലെയർ വൈൻഡിങ് ഈസ് മോർ കോമൺ about 5 kW മെഷീൻ. 5 kW മെഷീൻ മുകളിലുള്ള ആ റേഞ്ചിലുള്ള മെഷീൻസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡബിൾ ലെയർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ലാർജർ മെഷീൻസിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, ഡബിൾ ലെയർ വൈൻഡിങ് ആണ്. നെക്സ്റ്റ് കുറച്ച് ടേംസ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. ആർമേച്ചർ വൈൻഡിങ്ങിന് എന്തൊക്കെ പാർട്സ് ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടേൺസ് എന്നൊക്കെ, കോയിൽ സൈഡ് ഇതാണ് അതിൻ്റെ ടേൺസ്. ടേൺ എന്ന് വെച്ചാൽ എന്താ, 2 conductors കണക്റ്റഡ് ടു ആൻ എൻഡ് ബൈ എൻഡ്. ഓക്കെ, 2 കണ്ടക്ടേഴ്സ് എൻ്റെ 2 എൻഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻഡ് കണക്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എ ടേൺ. ഓക്കെ, ഇവിടുന്ന് ഒരു ടേൺ എടുത്തു, അടുത്ത കോയിലിലേക്ക് കണക്ട് ചെയ്തു, അടുത്ത കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്തു. 2 conductors കണക്റ്റഡ് ടു ആൻ എൻഡ് ബൈ എൻഡ് കണക്ടർ. ഇതാണ് എൻഡ് കണക്ടർ. എൻഡ് കണക്ടർ വെച്ച് കണക്ട് ചെയ്യുന്ന 2 കണ്ടക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് ടേൺ. ഓക്കെ, നെക്സ്റ്റ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല PSC എക്സാമിൽ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ബാക്കി അറിയാൻ വേണ്ടിയിട്ട്. കോയിൽ എന്ന് വെച്ചാൽ എന്താ, സെവറൽ ടേൺസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഇത് നോക്കിയാൽ, ഇത് നമ്മൾ കോയിൽ കയറുവാണ്, ഇവിടുന്ന് ഒരു ടേൺ വന്നു, അടുത്ത ഇവിടെ ഒരു ടേൺ വന്നു, അങ്ങനെ ഒരുപാട് ടേൺസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ടേൺ എന്തെങ്കിലും പുറത്തെടുക്കും. അപ്പോൾ അതെന്തായി, ഒരു കോയിലായി. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഒരു കോയിൽ എന്ന് വിളിക്കുന്നത്. സെവറൽ ടേൺസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഒരുപാട് ടേണുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോയിൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൈൻഡിങ്. ഒരുപാട് വൈൻഡിങ് കോയിൽസ്. ഇതൊരു കോയിലാണ്, ഇതൊരു കോയിലാണ്, ഇതൊരു കോയിൽ. 3 കോയിൽസ് ഉണ്ട്. ഒരുപാട് കോയിൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് എന്ത്, വൈൻഡിങ്. ഓക്കെ, ഇപ്പോൾ 2 കണ്ടക്ടേഴ്സ് ഒരു എൻഡ് ടു എൻഡ് കണക്ടർ വെച്ച് കണക്ട് ചെയ്താൽ അത് ടേൺ ആയി. ഒരുപാട് ടേണുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അത് കോയിലായി. ഒരുപാട് കോയിൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വൈൻഡിങ്. ഓക്കെ, 3 തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സെവറൽ കോയിൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ഈസ് കോൾഡ് എ വൈൻഡിങ്. നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് എൻ ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത്, അത് 2 പോൾസ് ഉണ്ട് വിചാരിക്കുക, 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 പോൾസ്. The angle between the centers of adjacent poles. Angle between the centers of adjacent pole. 2 അടുത്തടുത്തുള്ള 2 പോൾസിൻ്റെ അടുത്തുള്ള ആംഗിൾ എന്ന് എത്രയായിരിക്കും, 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഓക്കെ, 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. അല്ലെങ്കിൽ നമുക്ക് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആണ്, പക്ഷെ മെക്ക് എടുക്കുമ്പോൾ തരും 90 ഡിഗ്രി മെക്ക്. The angle between centers of adjacent pole is 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. അപ്പോൾ 360 ഡിഗ്രി ഇലക്ട്രിക്കൽ ആണെങ്കിലോ എത്ര ഡിഗ്രി വരും, 180 ഡിഗ്രി മെക്ക്. അതിൻ്റെ ഒരു ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കുക. θ = P/2 × θm. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. θ ഇലക്ട്രിക്കൽ = P/2 × θm. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ ഡിഗ്രിയും മെക്കാനിക്കൽ ഡിഗ്രി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ, ആംഗിൾ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് പോൾ. 2 അഡ്ജസൻറ്റ് പോളിൻ്റെ അടുത്തുള്ള സെൻറ്ററിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, മെക്കാനിക്കലി 90 ഡിഗ്രി, ഇലക്ട്രിക്കലി എത്രയാണ്, 180 ഡിഗ്രി. ഇതെല്ലാം ഓരോ പോയിന്റ്സ് ആയിട്ട് ഇതാക്കാം. നെക്സ്റ്റ്, ദ ആംഗിൾ, ഇതിപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് പോൾ. 2 അഡ്ജസൻറ്റ് പോളിൻ്റെ ഇടയിലുള്ള സെൻറ്ററിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രി ഇലക്ട്രിക്കലാണ്. ഓക്കെ, 180 ഡിഗ്രി ഇലക്ട്രിക്കലാണ് പോൾസിൻ്റെ ഇടയിലുള്ള. ഇനി 2 കോയിൽ സൈഡ്, ഏത് ചെയ്യുന്ന 2 കോയിൽ സൈഡ് രണ്ടും 180 ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ട് ആണെങ്കിൽ, അതായത് ഈ ഒരു കോയിൽ എയും ബി എന്ന് പറയുന്ന 2 കോയിൽ സൈഡ്സ് ആണ്. ആ 2 കോയിൽ സൈഡിൻ്റെ ഇടയ്ക്ക് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ട് ആണെങ്കിൽ ആ കോയിലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫുൾ പിച്ച്. കോയിലിനെ വിളിക്കുന്ന പേരാണ് ഫുൾ പിച്ച്. എനിത്തിങ് ലെസ് ദാൻ, ഇപ്പോൾ 150 ഡിഗ്രി ആണെങ്കിൽ അതിനെന്ത് വിളിക്കും, ഫ്രാക്ഷണൽ പിച്ച് എന്ന് പറയും. 180 ഡിഗ്രി കുറഞ്ഞാൽ എന്നെ ഫ്രാക്ഷണൽ പിച്ച്, ഷോർട്ട് പിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ 180 ഡിഗ്രി അപ്പാർട്ട്, 2 കോയിൽ സൈഡ്സും 180 ഡിഗ്രി അപ്പാർട്ട് ആണെങ്കിൽ ആ കോയിലിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫുൾ പിച്ച്. ഇലക്ട്രിക്കൽ ഡിഗ്രി അപ്പാർട്ടാണ്. മെക്കാനിക്കൽ ഡിഗ്രി എത്ര വരും, 90 ഡിഗ്രി വരും. ഇവിടെ നോക്കാം, 2 കോയിൽസ് തമ്മിൽ മെക്കാനിക്കലി 90 ഡിഗ്രി അപ്പാർട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക്കലി 180 ഡിഗ്രി അപ്പാർട്ട് ആണെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇടയിലും, ആ കോയിൽ ഈസ് സെഡ് ടു ബി ഫുൾ പിച്ച്. ഓക്കെ, ഫുൾ പിച്ച് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്
ആ ഒരു രീതിയിലുള്ള ഡെഫിനിഷൻ കൂടി എന്തുണ്ട്, ഫുൾ പിച്ചിനുണ്ട്. നെക്സ്റ്റ് പോൾ പിച്ച്. എന്താണ് പോൾ പിച്ച് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ദ പെറിഫറൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ടു അഡ്ജസൻറ്റ് പോൾസ്. ഇപ്പോൾ നമ്മൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെറിഫറൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ടു അഡ്ജസൻറ്റ് പോൾ. രണ്ട് പോൾസിൻ്റെ അടുക്കൽ, പോൾസിൻ്റെ സെൻറ്ററിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, പോൾ പിച്ച്. അപ്പോൾ ഓക്കെ, ഇതൊരു നോർത്ത് പോളാണ്, ഇതൊരു സൗത്ത് പോളാണ്. നോർത്ത് പോളും സൗത്ത് പോളിൻ്റെ അടുക്ക് ഉള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് പോൾ പിച്ച്. അത് നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് പറയുക, നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ്, അല്ലെങ്കിൽ ആ രണ്ട് പോളിൻ്റെ ഇടയിൽ എത്ര ആർമേച്ചർ സ്ലോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ രണ്ട് പോളിൻ്റെ ഇടയിൽ എത്ര ആർമേച്ചർ കണ്ടക്ടർ ഉണ്ട്, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പോൾ പിച്ചിനെ ഡിഫൈൻ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. പോൾ പിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട് ഈ ഇക്വേഷൻസ്. പോൾ പിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ. ഒരു പോളിൻ്റെ അണ്ടറിൽ എത്ര നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പോൾ പിച്ച്. ഓക്കെ, നെക്സ്റ്റ് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. ഒന്നുമില്ല, രണ്ട് കോയിൽസിന് രണ്ട് സൈഡ് ഉണ്ട്, എ ബി എന്ന് വിളിക്കുക തൽക്കാലം, എ ബി. ആ രണ്ട് കോയിൽ സൈഡിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽ സൈഡ്സ് ഓഫ് എ കോയിൽ ഈസ് കോൾഡ് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. രണ്ട് കോയിൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. കോയിൽ പിച്ചും എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഒന്നുകിൽ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്, ഞാൻ നേരത്തെ 180 ഡിഗ്രി പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ഡിഗ്രിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇത്ര നമ്പർ ഓഫ് സ്ലോട്ട്സ്, ഒരു കോയിൽ ഒരു സ്ലോട്ടിൽ നിന്ന് കയറി 8ാമത്തെ സ്ലോട്ടിലേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കും. അപ്പോൾ എത്ര, ഇതിൻ്റെ ഇടയിൽ എത്ര സ്ലോട്ട് ഉണ്ട്, 7 സ്ലോട്ട്സ്. അപ്പോൾ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് സ്ലോട്ടിന് വെച്ചിട്ടും. അതുപോലെ നമ്പർ ഓഫ് ടീത്ത് വെച്ചിട്ട് എന്താണ്, നമ്മുടെ ടീത്ത്സ് വെച്ചിട്ടും, സ്ലോട്ടിൻ്റെ ടീത്ത്സ് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ കോയിൽ സ്പാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽ സൈഡ്സ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫുൾ പിച്ച് കോയിൽ. നേരത്തെ പറഞ്ഞ ഫുൾ പിച്ച് കോയിൽ, ഷോർട്ട് കോർഡഡ് കോയിൽ, അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് കോയിൽ എന്നൊക്കെ, ഫ്രാക്ഷണൽ പിച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഫുൾ പിച്ച് എന്ന് വെച്ചാൽ എന്താ, ഓക്കെ, അവിടെ ഫുൾ പിച്ച്, അതായത് നമ്മുടെ പോൾ പിച്ച് എത്രയാണ്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്. സ്പീഡ് ആവുന്നുണ്ടോ, ഇതൊക്കെ അറിയാവുന്ന ടേംസ് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് പോവാണ്. ആണെന്നുണ്ടല്ലോ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ്സ് ഓക്കെയോ, പോൾ പിച്ച് എന്താന്ന്, കോയിൽ സ്പാൻ എന്താ, ജസ്റ്റ് ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. പോൾ പിച്ച് എന്ന് പറയുന്നത് രണ്ട് പോൾസിൻ്റെ ഇടയിൽ, ഒരു ഡി സി മെഷീൻ്റെ രണ്ട് പോൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, പോൾ പിച്ച്. ഓക്കെ, പോൾ പിച്ച് നമ്മൾ സാധാരണ പറയുക ഇലക്ട്രിക്കൽ ഡിഗ്രീസിൽ പറയാറുണ്ട്. അതുകൂടാണ്ട് നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ്, ആ രണ്ട് പോൾസിൻ്റെ ഇടയിൽ എത്ര നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടോ ആ സ്ലോട്ടിൻ്റെ എണ്ണം വെച്ചിട്ട് എന്ത് പറയാറുണ്ട്, പോൾ പിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ പോൾ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണെന്ത്, പോൾ പിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ. ഇനി കോയിൽ സ്പാൻ, അടുത്തൊരു ടേമാണ് കോയിൽ സ്പാൻ ഓർ പിച്ച്. കോയിൽ പിച്ച് എന്താണ്, കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോയിലിന് എത്ര സൈഡ്സ് ഉണ്ട്, രണ്ട് സൈഡ്സ് ഉണ്ട്. ആ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, കോയിൽ സ്പാൻ. ഇപ്പോൾ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. എ എന്ന് പറഞ്ഞ ഒരു കോയിൽ സൈഡാണ്, ബി എന്ന് പറഞ്ഞാൽ അടുത്ത കോയിൽ സൈഡാണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് ആണ് ഉള്ളത്, ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. ഇനി കോയിൽ പിച്ച് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, ഒന്ന് ഇലക്ട്രിക്കൽ ഡിഗ്രീസ്, എത്ര ഡിഗ്രിയാണ് അത് ഡിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പാർട്ട് വരുന്ന ഡിസ്റ്റൻസ് വരുന്നത്, അത് വെച്ചിട്ട് പറയാറുണ്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് വെച്ചിട്ട് പറയാറുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ടീത്ത് വെച്ചിട്ട് എന്ത് പറയാറുണ്ട്, കോയിൽ സ്പാൻ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കോയിൽ സ്പാൻ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി കോയിൽ സ്പാനിനെയും പോൾ പിച്ചിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് കോയിൽസ് ഉണ്ട്. ഫുൾ പിച്ച്ഡ് കോയിൽ, അല്ലെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് കോയിൽ, അല്ലെങ്കിൽ കോഡഡ് കോയിൽ എന്നും പറയും. കോഡഡ്, ഷോർട്ട് പിച്ച്, ഫ്രാക്ഷണൽ പിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഫുൾ പിച്ച് കോയിൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പോൾ പിച്ച് എന്ന് വെച്ചാൽ എന്താ, നോർത്ത് പോളിൻ്റെ സെൻറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പോളിൻ്റെ സെൻറ്ററിൽ നിന്ന് സൗത്ത് പോളിൻ്റെ സെൻറ്ററിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, പോൾ പിച്ച്. ഇനി പോൾ പിച്ചിൻ്റെ ഡിസ്റ്റൻസും അല്ലെങ്കിൽ പോൾ പിച്ചും കോയിൽ സ്പാനും രണ്ടും ഈക്വൽ ആണെങ്കിൽ, പോൾ പിച്ചും കോയിൽ സ്പാനും രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫുൾ പിച്ച്ഡ് കോയിൽ. ഇഫ് എ കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച് ഈസ് ഈക്വൽ ടു ദ പോൾ പിച്ച്, ദെൻ ദ കോയിൽ ഈസ് ടേംഡ് ആസ് ഫുൾ പിച്ച്ഡ് കോയിൽ. അത് പിച്ചൊക്കെ അറിയുന്ന എന്തിനാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഇങ്ങനൊരു
ആർമേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് സ്ലോട്ട് നമ്പർ 1, 2, 3, 4, 5, 6, 7, ഒരെണ്ണം കൂടി വെക്കാം. ഓക്കെ, 8 സ്ലോട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പോൾ പിച്ച്, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറയുന്നത്, പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എത്ര തൽക്കാലം അസ്യൂം ചെയ്യാം, 4 വിചാരിക്കാം. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ 4, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറഞ്ഞാൽ 4. അതായത് നമ്പർ ഓഫ് സ്ലോട്ട്സ് 16 സ്ലോട്ട് ഉണ്ട്, 4 പോൾ മെഷീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ലോട്ട്സ് പെർ പോൾ എത്രയാണ്? 16/4 എന്ന് പറഞ്ഞാൽ പോൾ പിച്ച് 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ വൈൻഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കോയിൽ 1ലേക്ക് ഒരു കോയിൽ സൈഡ് പോയി. ആ കോയിൽ സൈഡ് ഞാൻ പുറത്തെടുക്കുന്നത് എവിടെ നിന്നാണ്? കോയിൽ 5 എന്നാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എത്ര കോയിൽസ് ഉണ്ട്? 4 സ്ലോട്ട്സ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഇടയിൽ 4 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോയിൽ സൈഡിൻ്റെ ഒരു കോയിൽ സൈഡും അടുത്ത കോയിൽ സൈഡിലുള്ള ഡിസ്റ്റൻസിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കോയിൽ സ്പാൻ ആണല്ലോ. കോയിൽ പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ എന്ന് പറയും. ഇവിടെ കോയിൽ സ്പാൻ എത്ര വരും? 1/5ലേക്കാണ് പോയത്. അതായത് ഇൻ ബിറ്റ്വീൻ എത്ര സ്ലോട്ട് ഉണ്ട്? 4 സ്ലോട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പോൾ പിച്ചും കോയിൽ പിച്ചും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫുൾ പിച്ച് വൈൻഡിങ് അല്ലെങ്കിൽ ഫുൾ പിച്ച്ഡ് കോയിൽ. സപ്പോസ് ഞാനിപ്പോൾ 5ലേക്കല്ല ഇടുന്നത്, അടുത്ത ഇടുന്നത് എത്രയിലേക്കാണ്? 4ലേക്കാണ് ഇടുന്നത് വിചാരിക്കാം. ഓക്കെ, 4ലേക്കാണ് ഇടുന്നെങ്കിൽ എൻ്റെ ഇടയിൽ എത്രയേ ഉള്ളൂ? കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. പോൾ പിച്ച് 4 ആണ്, പക്ഷേ കോയിൽ പിച്ച് എത്രയാണ്? 3 ഉള്ളൂ. അങ്ങനെ പോൾ പിച്ചിനേക്കാളും കുറവാണ് നമ്മുടെ കോയിൽ പിച്ച് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോഡഡ്, ഷോർട്ട് കോഡഡ് അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഓർ ഫ്രാക്ഷണൽ പിച്ച് കോയിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കിയേ. ഫ്രാക്ഷണൽ പിച്ച്, ഷോർട്ട് പിച്ച് ആണെങ്കിൽ ഇതാണ് പോൾ പിച്ച്, ഇത്ര ഉണ്ടായിരുന്നു. പക്ഷേ കോയിൽ സ്പാൻ എത്രയേ ഉള്ളൂ? ഒരു സ്ലോട്ട് കുറച്ചില്ല. ഒരു സ്ലോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയേ വരുള്ളൂ കോയിൽ സ്പാൻ. അപ്പോൾ എന്താണ്? നമ്മുടെ പോൾ പിച്ച് എന്തില്ല? ഫുള്ള് ഇതിനകത്ത് കോയിലിൽ വരുന്നില്ല, ഒരു സ്ലോട്ട് കുറവാണ്. അപ്പോൾ എന്തായിരിക്കും? കോയിൽ സ്പാൻ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ പോൾ പിച്ച്. ഓക്കെ, ആ ടൈപ്പ് ഓഫ് കോയിൽസിന് വിളിക്കുന്ന പേരാണെന്ത്? ഷോർട്ട് പിച്ച് കോയിൽ ഓർ ഷോർട്ട് കോഡഡ് കോയിൽ ഓർ ഫ്രാക്ഷണൽ പിച്ച് കോയിൽ. ഇനി ഫുൾ പിച്ച് കോയിലിൻ്റെ ഇലക്ട്രിക്കൽ ഡിഗ്രീസ് എത്രയാണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ പിച്ച് കോയിൽ എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രീസ് ആയിരിക്കും? എത്രയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫുൾ പിച്ച് കോയിൽ എനിവൺ? 180 ഡിഗ്രി. കാരണം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ഫുൾ പിച്ച് കോയിൽ ആണെങ്കിൽ അവിടെ നോക്കിയേ, ഇഫ് ദ കോയിൽ സൈഡ്സ് ആർ പ്ലേസ്ഡ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ട് ദ കോയിൽ ഈസ് സെഡ് ടു ബി ഫുൾ പിച്ച്. അതായത് ഫുൾ പിച്ച് കോയിൽ ആണെങ്കിൽ എപ്പോഴും 2 കോയിൽ സൈഡ്സിൻ്റെ ഉള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ട് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് പിച്ച് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫുൾ പിച്ചും ഷോർട്ട് പിച്ച് കോയിലും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രിക്കൽ ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെങ്കിൽ കോയിൽ സ്പാൻ ഇസ് ഈക്വൽ ടു പോൾ പിച്ച് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫുൾ പിച്ച്ഡ്. ഷോർട്ട് പിച്ച് ആണെങ്കിൽ കോയിൽ സ്പാൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ പോൾ പിച്ച്. ഓക്കെ, അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും? ഇലക്ട്രിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫുൾ പിച്ച് ആണെങ്കിൽ ഈക്വൽ ടു 180 ഡിഗ്രി, ഷോർട്ട് പിച്ച് ആണെങ്കിൽ ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത 3 ടേംസ്, ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച്, പിന്നെ റിസൾട്ടൻ്റ് പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച്, അങ്ങനെ കുറച്ച് ടേംസ് പറയാനുണ്ട്. ബാക്ക് പിച്ച്. ഓക്കെ, ബാക്ക് പിച്ച് എന്നത് ഇത് ഒരു കോയിൽസ് ആണ്. കോയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുക. അത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കോയിൽസിൻ്റെ എൻഡ് നമ്മൾ പറഞ്ഞു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കൺസ്ട്രക്ഷൻ നോക്കിയപ്പോൾ പറഞ്ഞു. ഓക്കെ, ഇനി ബാക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഗർ നോക്കാം. ഇതൊരു കോയിൽ നമ്മൾ കയറി പോകുന്നു, അതിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഡോട്ടറിൽ കാണിച്ചേക്കുന്നത് ബാക്ക് പിച്ചാണ്, ബാക്ക് സൈഡിലാണ്. അപ്പോൾ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടർ. എപ്പോഴും പിച്ച് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടർ, അതിൻ്റെ ഇടയിൽ ഇത്ര ആർമേച്ചർ കണ്ടക്ടർ ഉണ്ട്. പിച്ച് എന്ന് വെച്ചാൽ ആലോചിക്കുക, പിച്ച് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ക്രിക്കറ്റിൽ പിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? 2 സ്റ്റമ്പിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് ഇല്ല നമ്മൾ പിച്ച് എന്ന് വിളിക്കാം. അതേപോലെ പിച്ച് എന്ന് പറഞ്ഞത് എപ്പോഴും ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ആർമേച്ചർ കണ്ടക്ടർ, ഇത്ര കണ്ടക്ടർ അല്ലെങ്കിൽ ഇത്ര സ്ലോട്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ് എന്ത് മെഷർ ചെയ്യുന്നത്? പിച്ച് മെഷർ ചെയ്യാറ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദ ആർമേച്ചർ കണ്ടക്ടർ വിച്ച് എ കോയിൽ അഡ്വാൻസസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ആർമേച്ചർ. അത് ഈ കോയിൽ ഇവിടുന്ന് വന്നു, അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കോയിൽ വൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ആ ഡിസ്റ്റൻസ്, അതേ കോയിലിൻ്റെ തന്നെ ബാക്ക് സൈഡ് വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്?
ബാക്ക് പിച്ച്. അല്ല നമുക്ക് എന്തെന്ന് പറയാം, ബാക്ക് പിച്ചും കോയിൽ പിച്ചും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, നമുക്കിത് വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക് സൈഡ് കാണാൻ പറ്റൂല, അത് അടുത്ത കോയിലിൻ്റെ മുകളിൽ അഡ്വാൻസ് ചെയ്ത് കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോയിലിൻ്റെ സൈഡിൽ നിന്ന് അഡ്വാൻസ് ദ ബാക്ക് ഓഫ് ദ ആർമേച്ചർ വരുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വരുന്നോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബാക്ക് പിച്ച്. നമുക്ക് കാണാൻ പറ്റത്തുകൊണ്ട് ബാക്ക് സൈഡിലാണ് അത് വരുന്നത്, ബാക്ക് സൈഡ് ഓഫ് ദ ആർമേച്ചർ. അതുകൊണ്ടാണ് ബാക്ക് പിച്ച്. ഫ്രണ്ട് പിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ഇതാവും. ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്, ബാക്ക് പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാക്ക് പിച്ച് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ എന്തായിരിക്കും, കോയിൽ പിച്ച്. ബാക്ക് പിച്ച് ഡിനോട്ട് ചെയ്യുന്നത് YB ആണ്. ഓക്കെ, ഇനി ഫ്രണ്ട് പിച്ച്, അതായത് നമ്പർ ഓഫ് കണ്ടക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. എന്ത് വെച്ചിട്ടാണ് പറയുന്നത്, നമ്പർ ഓഫ് കണ്ടക്ടർ വെച്ചിട്ടാണ് പറയാം. അപ്പോൾ എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട് എവിടെ, അതായത് ബിറ്റ്വീൻ ദ ഫിനിഷിംഗ് വൺ കോയിൽ ആൻഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് നെക്സ്റ്റ് കോയിൽ. ഒരു കോയിലിൻ്റെ ഫിനിഷിംഗ് മുതൽ അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് വരെ നോക്കാം, കറക്റ്റാണെന്ന് മനസ്സിലാവും. നോക്കാം, ഈ ഒരു കോയിൽ എടുക്കാം. ഈ കോയിൽ എവിടെയാണ് ഫിനിഷ് ചെയ്യുന്നത്, ഇതാണ് ഫിനിഷിംഗ് ആണല്ലോ. ഈ കോയിലിൻ്റെ ഫിനിഷിംഗ് ഇതാണ്. അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് നോക്കിയേ, ഇതാണ് അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ്. ആ ഒരു കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങും അടുത്ത കോയിലിൻ്റെ ഫിനിഷിംഗ്, അല്ലെങ്കിൽ ഒരു കോയിലിൻ്റെ ഫിനിഷിങ്ങും തൊട്ടടുത്ത് വരുന്ന കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിനിടയിലുള്ള ഡിസ്റ്റൻസ്, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫ്രണ്ട് പിച്ച്. ഓക്കെ, ദ നമ്പർ ഓഫ് കണ്ടക്ടർ ബിറ്റ്വീൻ ഫിനിഷിംഗ് ഓഫ് വൺ കോയിൽ ആൻഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് നെക്സ്റ്റ് കോയിൽ ഇൻ ടേംസ് ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ടേം വെച്ചിട്ടാണ് എപ്പോഴും പറയാം ഇത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെ ഫ്രണ്ട് പിച്ച് എന്ന് വിളിക്കും. ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ബിറ്റ്വീൻ ഫിനിഷിംഗ് വൺ കോയിൽ ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫ് നെക്സ്റ്റ് കോയിൽ ഇൻ ടേംസ് ഓഫ് ദ കണ്ടക്ടർ, അതാണെന്ത്, ഫ്രണ്ട് പിച്ച്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റർ പിച്ച്, അല്ല ഓക്കെ, ആവറേജ് പിച്ച്. ആവറേജ് വെച്ചാൽ എന്താ, ഫ്രണ്ട് പിച്ചിൻ്റെയും ബാക്ക് പിച്ചിൻ്റെയും ആവറേജിനെയാണ് എന്തെന്ന് വിളിക്കാം, ആവറേജ് പിച്ച്. ദാറ്റ് ഈസ് YA ആണ് ആവറേജ് പിച്ച് എങ്കിൽ YB പ്ലസ് YF/2, YB പ്ലസ് YF/2നെയാണ് ആവറേജ് പിച്ച് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് പിച്ച് ഓഫ് എ വൈൻഡിങ് ഓർ വൈൻഡിങ് പിച്ച്, അത് നമ്മുടെ Y. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കൺസിക്യൂട്ടീവ് കോയിൽസ്, രണ്ട് അടുത്തടുത്ത് വരുന്ന കോയിലിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഇതൊരു കോയിലാണ്, തൊട്ടടുത്ത് വരുന്ന കോയിൽ ഇതാണ്. ആ രണ്ട് കോയിലിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് എന്തെന്ന് വിളിക്കുന്നത്, പിച്ച് ഓഫ് എ വൈൻഡിങ് ഓർ വൈൻഡിങ് പിച്ച്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്പ്രസ് ഇൻ ദ ടേംസ് ഓഫ് കോയിൽ സൈഡ്സ്. എത്ര കോയിൽ സൈഡ്, ഇപ്പോൾ രണ്ട് കോയിൽ സൈഡാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, ആ ഡിസ്റ്റൻസിനാണ് എന്തെന്ന് വിളിക്കുക, പിച്ച് ഓഫ് ദ വൈൻഡിങ് ഓർ വൈൻഡിങ് പിച്ച്. ഓക്കെ, റിസൾട്ടൻ്റ് പിച്ച്. റിസൾട്ടൻ്റ് പിച്ച് എന്ന് പറയുന്നത് YR. ഇവിടെ നോക്കാം, YR. എന്താണ് YR എന്ന് പറഞ്ഞാൽ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് വൺ കോയിൽ, ഒരു കോയിലിൻ്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ് മുതൽ അടുത്ത കോയിലിൻ്റെ ബിഗിനിങ് വരെ, ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിഗിനിങ് ഓഫ് വൺ കോയിൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് കോയിൽ ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ഈ ഫിഗർ നോക്കാം. ഈ കോയിലിൻ്റെ ബിഗിനിങ് ഇതാണ്, ഈ കോയിലിൻ്റെ ബിഗിനിങ് ഇതാണ്. ഇത് ഇവിടുന്ന് കയറി വന്നു, ഇറങ്ങി, അടുത്ത കോയിൽ, ഒരു കോയിൽ ആയില്ല, കംപ്ലീറ്റ് ആയി. അടുത്ത കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് അടുത്ത കോയിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, റിസൾട്ടൻ്റ് പിച്ച്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിഗിനിങ് ഓഫ് വൺ കോയിൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ ടു വിച്ച് ഈസ് കണക്റ്റഡ്. ആ കോയിലിൽ നെക്സ്റ്റ് കണക്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ് നോക്കിയാൽ, ഈ കോയിലിൻ്റെ എൻഡ് കണക്ട് ചെയ്തേക്കുന്നത് അടുത്ത ഈ കോയിലിലേക്കാണ്. അപ്പോൾ ആ കോയിൽ എവിടെയാണോ കണക്ട് ചെയ്തത് ആ രണ്ട് കോയിലിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്ത്, റിസൾട്ടൻ്റ് പിച്ച് YR. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റർ പിച്ച്. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് വെച്ചാൽ എന്താ, പിച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്തായിരിക്കും, നമ്മുടെ കോയിൽസ് കണക്ട് ചെയ്തേക്കുന്ന രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഈ കോയിൽ കണക്ട് ചെയ്തേക്കുന്ന എവിടേക്കാണ്, ഇത് 1, 2, 3 3 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ കോയിൽ കണക്ട് ചെയ്തേക്കുന്നത് എവിടെയാണ്, ഈ കമ്മ്യൂട്ടേറ്ററിലേക്കാണ്. 1 എന്ന് പറഞ്ഞ കമ്മ്യൂട്ടേറ്ററിലേക്കാണ്. രണ്ടാമത്തെ കോയിൽ കണക്ട് ചെയ്തേക്കുന്നതോ 2 എന്ന് പറഞ്ഞ കമ്മ്യൂട്ടേറ്ററിലേക്കാണ്. ആ രണ്ട് കോയിൽസ് കണക്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണെന്ത്, കമ്മ്യൂട്ടേറ്റർ പിച്ച്. ഓക്കെ, ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ ബാർ ഓർ സെഗ്മെൻറ്റ്, എത്ര ബാർസ് ഉണ്ടോ അതിനാണ് പിച്ച് എന്ന് വിളിക്കുക. ബിറ്റ്വീൻ ദ സെഗ്മെൻറ്റ്സ് ടു വിച്ച് ദ ടു എൻഡ്സ് ഓഫ് ദ സെയിം കോയിൽ ആർ കണക്റ്റഡ്. ആ കോയിലിൻ്റെ എൻഡ്സ് കണക്ട് ചെയ്ത് നോക്കിയാൽ, ഇതിൻ്റെ ടു എൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കണക്ട് ചെയ്തേക്കുന്ന 1ലേക്കാണ്, ഇത് കണക്ട് ചെയ്തേക്കുന്നത് 2ലേക്കാണ്. അപ്പോൾ 1ഉം 2ൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്രയാണ്, ഒരു സെഗ്മെൻ്റ് ആണ് ഇവിടെ വരിക. ഓക്കെ, അങ്ങനെ എത്ര സെഗ്മെൻറ്റ്സിൻ്റെ ഇടയിലാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ പിച്ച് ചെയ്തേക്കുന്നത്, കോയിൽസ് കണക്ട് ചെയ്തേക്കുന്നത്,
ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കമ്മ്യൂട്ടേറ്റർ പിച്ച് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ YC. മെയിനായിട്ട് നമുക്ക് വേണ്ടത് YA, YB, ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച്. അത് മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. YB, YF, പിന്നെ YC. നെക്സ്റ്റ് ടേം ടൈപ്സ് ഓഫ് വൈൻഡിങ്. മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് വൈൻഡിങ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ലാപ്പ് വൈൻഡിങ് ഉണ്ട്, അതേപോലെ വേവ് വൈൻഡിങ് ഉണ്ട്. ലാപ്പ് വൈൻഡിങ് എന്ന് വെച്ചാൽ എന്താ? പേര് തന്നെ ലാപ്പ്, ഓവർലാപ്പ് ചെയ്ത് വരുന്ന വൈൻഡിങ്ങിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ലാപ്പ് വൈൻഡിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഫിഗർ കാണുമ്പോൾ കുറച്ച് മനസ്സിലാവും. ലാപ്പ് വൈൻഡിങ് എന്ന് വെച്ചാൽ ഓവർലാപ്പിൻ്റെ ലാപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേവ് വൈൻഡിങ് ആണെങ്കിലോ, വേവ് ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്ന വൈൻഡിങ് ആണ് എന്ത്? വേവ് വൈൻഡിങ്. പിന്നെ അത് തന്നെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് പ്രോഗ്രസീവും റിട്രോഗ്രസീവും. പ്രോഗ്രസീവ് എന്ന് വെച്ചാൽ എന്താ? അഡ്വാൻസ് ചെയ്ത് പോവാണ്, മുമ്പിലേക്ക് പോവാണ്. റിട്രോഗ്രസീവ് എന്ന് വെച്ചാൽ പിറകിലോട്ട് വരുവാണ്. അപ്പോൾ ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ഏത് ടൈപ്പ് വൈൻഡിങ് ആണെങ്കിൽ 2 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രോഗ്രസീവ് വൈൻഡിങ്, റിട്രോഗ്രസീവ്. പ്രോഗ്രസീവ് എന്ന് വെച്ചാൽ മുമ്പോട്ട് പോവുക, റിട്രോഗ്രസീവ് പിറകിലോട്ട് വരിക. അത് ഫിഗർ ഒന്ന് ക്ലിയർ ആക്കി തരാം. വേവ് വൈൻഡിങ്ങും അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഉണ്ട്, റിട്രോഗ്രസീവ് ഉണ്ട്. സിംപ്ലക്സ് ഉണ്ട്, ഡ്യൂപ്ലക്സ് ഉണ്ട്. അതുപോലെ വേവിൽ എന്തുണ്ട്? സിംപ്ലക്സ് ഉണ്ട്, ഡ്യൂപ്ലക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ലാപ്പ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ് വെച്ചാൽ എന്താ? ദ സക്സസീവ് കോയിൽസ് ഓവർലാപ്പ് ഈച്ച് അതർ. അതാണ് ലാപ്പ് എന്നുള്ള പേര് വന്ന. എ ലാപ്പ് വൈൻഡിങ് ഈസ് എ വൈൻഡിങ് ഇൻ വിച്ച് സക്സസീവ് കോയിൽസ് ഓവർലാപ്പ് ഈച്ച് അതർ. ഇവിടെ നോക്കിയാൽ ഇത് കോയിൽ കയറി വന്നു, അതിൻ്റെ ഫിനിഷിംഗ് എന്താണിത്. ഓക്കെ, ഇപ്പം ഞാൻ വരച്ച ഈ ഒരു കോയിലിൻ്റെ ഫിനിഷിംഗ് എന്താണിത്. ആ ഫിനിഷിംഗ് എൻഡ് നോക്കിയാൽ അടുത്ത കോയിലായിട്ട് എന്ത് ചെയ്യും? അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്. സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ, ഫിനിഷിംഗ് എൻഡ് കോയിലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തമ്മിൽ നിന്ന് ഒരു ഓവർലാപ്പിംഗ് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ദ 2 സക്സസീവ് കോയിൽസ് ഓവർലാപ്പ് ഈച്ച് അതർ. ഓക്കെ, ആ ടൈപ്പ് ഓഫ് വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാപ്പ് വൈൻഡിങ്. ഓക്കെ, ഇറ്റ് ഈസ് നെയ്മഡ് ആസ് എ ലാപ്പ് ബിക്കോസ് ഇറ്റ് ഡബിൾസ് ഓർ ലാപ്സ് ബാക്ക് വിത്ത് ദ സക്സീഡിങ് കോയിൽസ്. ഓക്കെ, ഈ ഫിനിഷിംഗ് എൻഡ് കോയിൽ ഇതാണ് ഫിനിഷിംഗ് എൻഡ്. അത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കോയിലുമായിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പിംഗ് സംഭവിക്കും. അതുമായിട്ട് എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അതിനാണ് ലാപ്പ് വൈൻഡിങ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻ ദിസ് വൈൻഡിങ് ദ ഫിനിഷിംഗ് എൻഡ് ഓഫ് വൺ കോയിൽ ഈസ് കണക്റ്റഡ് ടു വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ situated under the same pole and connected with the same commutator segment. നോക്കാം, ഫിനിഷിംഗ് എൻഡ് ഇതാണ്. ഫിനിഷിംഗ് എൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇതിലേക്ക് എന്ത് ചെയ്തു? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ആ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലേക്ക് തന്നെയാണ് എന്തും വരുന്നത്? നമ്മുടെ സക്സസീവ് കോയിലിൻ്റെ സ്റ്റാർട്ടിങ് എന്ത് ചെയ്തിട്ടുള്ളത്? കണക്ട് ചെയ്തിട്ടുള്ള അതേ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിൽ തന്നെയൊക്കെയാണ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത്? ലാപ്പ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത. ദ ഫിനിഷിംഗ് എൻഡ് ഓഫ് വൺ കോയിൽ ഈസ് കണക്റ്റഡ് ടു വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ നെക്സ്റ്റ് കോയിൽ സിറ്റുവേറ്റഡ് ഓൺ ദ സെയിം പോൾ ആൻഡ് കണക്റ്റഡ് വിത്ത് ദ സെയിം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്. അതേ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിൽ തന്നെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങും എന്ത് ചെയ്തിട്ടുള്ളത്? കണക്ട് ചെയ്തിട്ട് ഉള്ളത്. ഇതാണ് എന്ത്? ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രസീവും റിട്രോഗ്രസീവും നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് വൈൻഡിങ്. പ്രോഗ്രസീവ് വൈൻഡിങ് എന്ന് വെച്ചാൽ അത് അഡ്വാൻസ്, മുന്നോട്ട് പോവാണ്. എങ്ങനെയാണ്? വൈൻഡിങ് പ്രോഗ്രസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കോയിൽ വൗണ്ട്. ഏത് ഡയറക്ഷനിലേക്കാണ് വൈൻഡിങ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വൈൻഡിങ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇത് കണ്ട കുറച്ചും കൂടി ക്ലിയർ. ഇപ്പോൾ 2 ലൈൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ലൈനും വൈറ്റ് ലൈനും. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് മുന്നോട്ടാണ് പോകുന്നത്. ഓക്കെ, ഈ വൈൻഡിങ് കയറി വരുന്നു, ഈ ഡയറക്ഷനിലേക്കാണ് വൈൻഡ് ചെയ്യുന്നത്. അത് വീണ്ടും അടുത്തയിലേക്ക് എന്ത് ചെയ്യുന്നു? കയറി പോവാണ്. ഈ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അടുത്തത് നോക്കിയേ, റിട്രോഗ്രസീവ് എന്ന് വെച്ചാൽ എന്താ? ദ വൈൻഡിങ് പ്രോഗ്രസസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് കോയിൽ വൗണ്ടഡ്. കോയിൽ വൗണ്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് നടക്കുന്നത്. നോക്കാം, ഡാർക്കാണ് നമ്മൾ തുടങ്ങുന്നത്, ഡാർക്ക് കയറി വന്നു. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വൈൻഡിങ്, ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വൈൻഡിങ് പ്രോഗ്രസ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? അതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോഴത്തെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് 1, 2, 3 പ്രോഗ്രസ് ചെയ്ത് പോവല്ല, തിരിച്ച് ബാക്കിലോട്ട് വരുവാണ്. C-1, C-2 എന്ന് പറയുന്ന അതിലേക്ക് എന്ത് ചെയ്യാണ്? റിവേഴ്സ് ഡയറക്ഷൻ. കോയിൽ വൈൻഡ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്രോഗ്രസീവ് വൈൻഡിങ്. ഫോർവേഡ് ഡയറക്ഷനിലേക്ക്, അതായത് കോയിൽ വൈൻഡ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് വൈൻഡിങ്. കോയിൽ വൈൻഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വൈൻഡിങ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്? റിട്രോഗ്രസീവ് വൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ വേവ് വൈൻഡിങ്, സിംപ്ലക്സ് വൈൻഡിങ്.
സിംപ്ലക്സ് വൈൻഡിംഗ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസെക്യൂട്ടീവ് കോയിൽ ഈസ് ഈക്വൽ ടു വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്. നോക്കാം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസെക്യൂട്ടീവ് കോയിൽ ഈസ് ഈക്വൽ ടു വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്. ഇതാണ് ഒരു കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രോഗ്രസീവ് വൈൻഡിങ്ങും ഇത് റിട്രോഗ്രസീവ് വൈൻഡിങ് ആണ്. എന്തായിക്കോട്ടെ, ഒരു കോയിൽ വന്നു, അടുത്ത കോയിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? രണ്ട് കൺസെക്യൂട്ടീവ് കോയിലിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എന്ന് വെച്ചാൽ വൈ സി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് പിച്ച് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പോൾ റിട്രോഗ്രസീവ് ആണെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത കോയിൽ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ്, അത് രണ്ടിൻ്റെ അടുക്ക് എത്രയായിരിക്കും? സെയിം വൈ സി തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി വൈൻഡിങ് പിച്ച് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വൈ ബി മൈനസ് വൈ എഫ് ആണ് പ്രോഗ്രസീവിൽ. പക്ഷെ മറ്റേ എന്ത് വരും? വൈ എഫ് മൈനസ് വൈ ബി. റിട്രോഗ്രസീവ് ആണെങ്കിൽ വൈ എഫ് മൈനസ് വൈ ബി. കാരണം വൈ ബി ആണ് വൈൻഡിങ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വൈ ബി ആണ് കൂടുതൽ, റിട്രോഗ്രസ് ചെയ്യുമ്പോൾ വൈ എഫ് ആണ് കൂടുതൽ വരിക. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്ന ഹയർ മൈനസ് ലോവർ. അപ്പോൾ വൈൻഡിങ് പിച്ച് എന്ന് പറയുന്നത് സിംപ്ലക്സ് വൈൻഡിങ്ങിൽ ആണെങ്കിൽ വൈ ബി മൈനസ് വൈ എഫ്, പ്രോഗ്രസീവ് വൈൻഡിങ്ങിലാണെങ്കിൽ വൈ ബി മൈനസ് വൈ എഫ്, റിട്രോഗ്രസീവ് വൈൻഡിങ്ങിലാണെങ്കിൽ വൈ എഫ് മൈനസ് വൈ ബി. അപ്പോൾ രണ്ട് കോയിൽ സൈഡിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് 1 ആയിരിക്കും. സിംപ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി റിട്രോഗ്രസീവ് ആണെങ്കിൽ ബാക്ക് പിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രണ്ട് പിച്ച്. കമ്മ്യൂട്ടേറ്റർ പിച്ച് ഈക്വൽ ടു എന്തായിരിക്കും? +1 എന്ന് പറയും. പ്രോഗ്രസീവ് ആണെങ്കിൽ +1. ഇനി മറ്റേതാണെങ്കിലോ? റിട്രോഗ്രസീവ് ആണെങ്കിലോ? ബാക്ക് പിച്ച് ഈസ് ലെസ് ദാൻ ദ ഫ്രണ്ട് പിച്ച്. അതുകൊണ്ടാണ് വൈ എഫ് മൈനസ് വൈ ബി. കമ്മ്യൂട്ടേറ്റർ പിച്ച് നമ്മൾ എന്തായിട്ട് എടുക്കണം? വൈ സി ഈക്വൽ ടു -1. വൈ സി ഈസ് ഈക്വൽ ടു -1. പ്രോഗ്രസീവ് ആണെങ്കിൽ +1, റിട്രോഗ്രസീവ് ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ പിച്ച് ഈക്വൽ ടു -1. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ പിച്ച് ഈക്വൽ ടു -1 അത് തന്നെയാണ് നമ്മുടെ രണ്ട് കോയിലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിംപ്ലക്സ് വൈൻഡിങ്. പിന്നെ ഡ്യൂപ്ലെക്സ് നോക്കാം. ഇവിടെ 1ലേക്കാണ് കൊടുത്തത്. പ്രോഗ്രസീവും റിട്രോഗ്രസീവും ഉണ്ട് ഇതിൽ തന്നെ. ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ നോക്കുക, 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കയറി, അടുത്ത കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 3ലാണ്. അപ്പം അതിൻ്റെ അടുക്ക് എത്ര ഇതുണ്ട്? 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ട്. അത് 2 കൺസിക്യൂട്ടീവ് കോയിൽസിൻ്റെ ഇടയിൽ 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്യൂപ്ലെക്സ് വൈൻഡിങ്. പ്രോഗ്രസീവ് ആണെങ്കിൽ +2, റിട്രോഗ്രസീവ് ആണെങ്കിൽ -2. കാരണം ഇവിടെ 1ലാണ് ഫസ്റ്റ് കോയിൽ സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ രണ്ടാമത്തെ എൻഡ് കണക്ട് ചെയ്ത് അവിടത്തേക്കാ സി ഉണ്ട്, C-1. അപ്പോൾ 2 കോയിൽസ്, 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവിടെ, 2 കൺസിക്യൂട്ടീവ് കോയിൽ സൈഡ്സ് തമ്മിൽ. അപ്പോൾ 2 കൺസിക്യൂട്ടീവ് കോയിൽസിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് 2 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഡ്യൂപ്ലെക്സ് എന്ന് വിളിക്കും. അപ്പോൾ ട്രിപ്ലെക്സ് എന്തായിരിക്കും? 3 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടാവും. ക്വാഡ്രോപ്ലെക്സ് ആണെങ്കിൽ M ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. അത്രേ ഉള്ളൂ ഓരോന്നിൻ്റെ വ്യത്യാസം. സിംപ്ലെക്സ് ആണെങ്കിൽ M ഈക്വൽ ടു 1. ഓക്കെ, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ M ഈക്വൽ ടു 2, ട്രിപ്ലെക്സ് ആണെങ്കിൽ M ഈക്വൽ ടു 3, ക്വാഡ്രോപ്ലെക്സ് ആണെങ്കിൽ M ഈക്വൽ ടു 4. അപ്പോൾ ജനറലായിട്ട് എന്തെന്ന് പറയാം? വൈ സി ഈസ് ഈക്വൽ ടു ±M. പിന്നെ പ്ലസ് എങ്ങനെ വരും? പ്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ പോസിറ്റീവ് പ്ലസ് വരും, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ +2, ട്രിപ്ലെക്സ് ആണെങ്കിൽ +3. ഓക്കെ, റിട്രോഗ്രസീവ് ആണെങ്കിലോ -2, -3 എന്നൊക്കെ വരും. അപ്പോൾ 2 കൺസിക്യൂട്ടീവ് കോയിൽസിൻ്റെ ഇടയിൽ എത്ര നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഉണ്ടോ അത് വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, സിംപ്ലെക്സ്, ഡ്യൂപ്ലെക്സ്, ട്രിപ്ലെക്സ് എന്നൊക്കെ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എണ്ണത്തിന് നമുക്ക് M എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സിംപ്ലെക്സ് ആണെങ്കിൽ 1, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 2, ട്രിപ്ലെക്സ് ആണെങ്കിൽ 3, ക്വാഡ്രോപ്ലെക്സ് ആണെങ്കിൽ 4. അതെന്തുണ്ട്? പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. പ്രോഗ്രസീവ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, റിട്രോഗ്രസീവ് ആണെങ്കിൽ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. ഇതാണ് ഡ്യൂപ്ലെക്സ് വൈൻഡിങ്. ഇനി വേവ് വൈൻഡിങ്. നമ്മൾ മറ്റെന്താ പറഞ്ഞാൽ ലാപ്പ് വൈൻഡിങ് എന്താ പറഞ്ഞാൽ ഒരു കോയിലിൻ്റെ എൻഡ് എവിടത്തേക്ക് പോകും? ഫിനിഷിംഗ് എൻഡ് അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഓവർലാപ്പ് ചെയ്യും. പക്ഷെ ഇതെന്ത് ചെയ്യില്ല? ദ വൺ എൻഡ് ഓഫ് ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ അതർ കോയിൽ. ഓക്കെ, ഒരു എൻഡ് ഫിനിഷിംഗ് എൻഡ് എടുത്തിട്ട് അടുത്തതിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിലേക്ക് പോകും. പക്ഷേ വിച്ച് ഹാസ് ദ സെയിം പൊളാരിറ്റി ആസ് ദ ഫസ്റ്റ് കോയിൽ. അതായത് ഇപ്പോൾ നോർത്ത് പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ആ നോർത്ത് കോയിലിൻ്റെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അടുത്തതിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ഓഫ് ദ കോയിലിലേക്ക് കൊടുക്കുക. അതിനാണ് എന്തെന്ന് വിളിക്കുക? അതൊരു വേവ് ഷേപ്പിൽ പോകും. മുന്നോട്ട് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു വേവ് ഷേപ്പിൽ പോകും. നോർത്ത് പോൾ ഇവിടെ കയറി, ഇവിടെ സൗത്ത് പോളിൽ എൻ്റർ ചെയ്തു, അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അടുത്ത നോർത്ത് പോളിലേക്ക്. അപ്പോൾ ഈ നോർത്ത് പോളും എന്ത് വരും? ഈ ഒരു നോർത്ത് പോളാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാം. സെയിം പൊളാരിറ്റി എന്നുള്ള ഇത് വന്നത്
കോയിൽ 1, ഇത് കോയിൽ 2, സെയിം പൊളാരിറ്റി ഉള്ള കോയിലാണ് ഇത്. ഓക്കെ, നോർത്ത് പോൾ. അതുകൊണ്ട് എന്തിട്ട് നമുക്കൊരു വേവ് ഷേപ്പായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോവും. അതുകൊണ്ടാണ് പേര് വന്നത് വേവ് വൈൻഡിങ്. വൺ എൻഡ് ഓഫ് ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് അതർ കോയിൽ വിച്ച് ഹാസ് ദ സെയിം പൊളാരിറ്റി ആസ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് കോയിൽ. ഓക്കെ, രണ്ടാമത്തെ കോയിൽ കണക്ട് ചെയ്യുന്നത് അടുത്ത നോർത്ത് പോളിലുള്ള കോയിലായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വേവ് ഷേപ്പിൽ നമുക്ക് മുന്നോട്ട് പോകും. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, വേവ് വൈൻഡിങ്. അതുപോലെ ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ് നമ്മൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു, ലാപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, എ ഈക്വൽ ടു പി, വേവ് ആണെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, 2 ആയിരിക്കും. അതാണ് നമുക്ക് മെയിൻ ഡിഫറൻസ് ആയിട്ട് ഉള്ളത്. എ ഈക്വൽ ടു പിയും എ ഈക്വൽ ടു 2. ഓക്കെ, നെക്സ്റ്റ് വേവ് വൈൻഡിങ് എന്തുണ്ട്, ഇതുപോലെ പ്രോഗ്രസീവ് ഉണ്ട്, അതുപോലെ റിട്രോഗ്രസീവും ഉണ്ട്. റിട്രോഗ്രസീവ് ഉണ്ട്. നോക്കാം, ജസ്റ്റ് സെക്കൻഡ് കോയിൽ ആൻഡ് ട്രാവലിംഗ് അറൗണ്ട് ദ കമ്മ്യൂട്ടർ ഡിസ്കണക്ട് കമ്മ്യൂട്ടർ ജസ്റ്റ് ഹെഡ് സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് കോയിൽ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ 1. സ്റ്റാർട്ടിംഗ് കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ അടുത്ത സ്റ്റാർട്ടിംഗ് എവിടെ വരുന്നത്, ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതേ ഡയറക്ഷനിലേക്കാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോഗ്രസീവ് വൈൻഡിങ്. ഇനി റിട്രോഗ്രസീവ് ആണെങ്കിലോ, ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നോക്കുക, അടുത്ത ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നിടത്തേക്കാണ്, സിയിലേക്കാണ്. ഇവിടെ നോക്കുക, ഇവിടെ 1 തുടങ്ങി അടുത്ത എൻഡ് ചെയ്യുന്നത് 2 ആണല്ലോ. 1 2 പോകുന്നത്, മുന്നോട്ടാണ് പോകുന്നത്. പക്ഷേ റിട്രോഗ്രസീവ് ആണെങ്കിൽ 1 നേരെ ഇങ്ങോട്ടേക്ക് പോകും. 1 തൊട്ട് മുമ്പ് ബാക്കിലുള്ള ഏതാ, സി ആണുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്, എൻഡ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്, റിട്രോഗ്രസീവ് വൈൻഡിങ്. ഓക്കെ, ഇവിടെ 1 നേരെ ഇങ്ങോട്ടേക്ക് പോയ 2 പോയിരുന്നെങ്കിൽ എന്തായിരുന്നു, പ്രോഗ്രസീവ് ആണ്. ഇത് 2 പോയത്, 1 ലെഫ്റ്റ് സൈഡിലേക്കാണ്. എന്ന് വെച്ചാൽ അവിടെ സി ആണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്, ആ സെഗ്മെന്റിലേക്കാണ് കണക്ട് ചെയ്തത്, ബാക്ക് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, റിട്രോഗ്രസീവ് വൈൻഡിങ്, മറ്റേത് പ്രോഗ്രസീവ് വൈൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ എന്തുണ്ട്, സിംപ്ലക്സ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട്. അതേപോലെ എന്തുണ്ട്, ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ് ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ നോക്കുക. സിംപ്ലക്സ് എന്ന് വെച്ചാൽ YC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, C+1 ഡിവൈഡ് ബൈ P/2. ഇക്വേഷൻ നോട്ട് ചെയ്യുക. സിംപ്ലക്സ് വേവ് വൈൻഡിങ് ആണെങ്കിൽ YC ഈസ് ഈക്വൽ ടു C+1 ഡിവൈഡഡ് ബൈ P/2. ഓക്കെ, അതിൽ സി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് കോയിൽസ്. സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോയിൽസ്. ഓക്കെ, പി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ YC കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് YC ഈസ് ഈക്വൽ ടു C+1 ഡിവൈഡഡ് ബൈ P/2. അത് പ്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ. റിട്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യുക, C-1. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് C പ്ലസ് ഓർ മൈനസ് എന്താണ്, P/2. C+or-1 ഡിവൈഡഡ് ബൈ P/2. പ്ലസ് കൊടുക്കേണ്ടത് പ്രോഗ്രസീവിനും മൈനസ് കൊടുക്കേണ്ടത് എന്തിനാണ്, റിട്രോഗ്രസീവ് വൈൻഡിങ്ങിനാണ്. വേറെ C ഈസ് നമ്പർ ഓഫ് കോയിൽസ്, അതുപോലെ P ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ്. ഇതേപോലെ എന്തുണ്ട്, ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ് ഉണ്ട്. ഇക്വേഷൻ നോക്കുക, YC ഈസ് ഈക്വൽ ടു C+or-. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 2 വരും, സിംപ്ലെക്സ് ആണെങ്കിൽ 1 വരും. അപ്പോൾ ഇവിടെ നമ്മൾ 1 എടുക്കാനുള്ള കാരണം എന്താണ്, സിംപ്ലെക്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ എന്ത് വരും, C+or-2 വരും. അങ്ങനെ ട്രിപ്ലെക്സ് ആണെങ്കിൽ 3 വരും. ജനറലായിട്ട് നമുക്ക് എന്തെന്ന് പറയാം, YC ഈസ് ഈക്വൽ ടു C+or-m ഡിവൈഡഡ് ബൈ P/2. അതിൽ m എന്ന് പറയുന്നത് സിംപ്ലെക്സ് ആണെങ്കിൽ 1, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 2, ട്രിപ്ലെക്സ് ആണെങ്കിൽ 3, ക്വാഡ്രോപ്ലെക്സ് ആണെങ്കിൽ 4. ഇനി പ്ലസ് എടുക്കുന്നപ്പോഴാണ് പ്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ പ്ലസ് എടുക്കുക, റിട്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ ഇതെടുക്കുക, നെഗറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതാക്കാം. അപ്പോൾ നോക്കിയാൽ 1 സ്റ്റാർട്ട് ചെയ്തു, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 1 സ്റ്റാർട്ട് ചെയ്തു, 2, 3 2 സെഗ്മെന്റ്സ് കഴിഞ്ഞ് 4-മത്തേലേക്കാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. നോക്കിയാൽ മതി, 4-മത്തേലേക്കാണ് ജോയിൻ ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. അപ്പോൾ എത്ര കമ്മ്യൂട്ടേറ്റർ വന്നു, ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ വന്നു, ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വന്നു. ഓക്കെ, നമ്മൾ കമ്മ്യൂട്ടർ സെഗ്മെന്റ് എന്താ പറഞ്ഞത്, ഒരു കോയിലിന്റെ എൻഡ്സ് കണക്ട് ചെയ്യുന്ന സെഗ്മെന്റിന്റെ അടുക്കുള്ള ദൂരമാണ് ആണല്ലോ. അപ്പോൾ 1 കണക്ട് ചെയ്തു, ഇവിടെ 4 കണക്ട് ചെയ്തു. അപ്പോൾ എത്രയായി, ഒരു സെഗ്മെന്റ് ആയി. അടുത്ത് എന്ത് ചെയ്തു, ഈ 4 അടുത്ത 4 കണക്ട് ചെയ്തു. എത്രയായി, 2 സെഗ്മെന്റ്സ് ആയി. ഒരു ഫുൾ വൈൻഡിങ് വരുമ്പോൾ 2 സെഗ്മെന്റ്സ് ആയി. അപ്പോൾ ഡ്യൂപ്ലെക്സ് വേവ്, ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 2 ആണ്, എമ്മിന്റെ വാല്യൂ 2 ആണ്. ഇത് പ്രോഗ്രസീവ്. റിട്രോഗ്രസീവ് ആണെങ്കിലോ 1 കണക്ട് ചെയ്തു, 1 കണക്ട് ചെയ്ത് അടുത്തിൽ എത്ര കണക്ട് ചെയ്യണം, സിയിലാണ് കണക്ട് ചെയ്തെങ്കിൽ എന്തായിരിക്കും, അതായത് സി ആണെങ്കിൽ സിംപ്ലെക്സിലേക്ക് വരും. ഇത് എത്രയാണ്, C-2. C-1 ഉണ്ട്, C-2 ഉണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, അതിനെയാണ് എന്ത്, റിട്രോഗ്രസീവ് ഡ്യൂപ്ലെക്സ്
വൈൻഡിങ്. ഓക്കെ, ഇക്വേഷൻ നോക്കുക. കമ്മ്യൂട്ടേറ്റർ പിച്ച് ഇസ് ഈക്വൽ ടു സി പ്ലസ് ഓർ മൈനസ് എം ഡിവൈഡഡ് ബൈ പി ബൈ ടു. അതിൽ സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോയിൽസ്, എം സിംപ്ലക്സ് ആണോ ഡ്യൂപ്ലക്സ് ആണോ എന്നുള്ള നമ്പർ, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുക നോക്കാം. പോൾ പിച്ച് സെഡ് ബൈ പി. പോൾ പിച്ച് എന്ന് പറയുന്നത് സെഡ് ബൈ പി. ബാക്ക് പിച്ച് എന്ന ഇക്വേഷൻ ആണ് സെഡ് ബൈ പി പ്ലസ് ഓർ മൈനസ് കെ. അതിൽ കെ എന്ന് പറയുന്നത് എന്താവും, +1 ആവാം, +2 ആവാം. അത് സിംപ്ലക്സും ഇതനുസരിച്ച് മാറും. ഓക്കെ, നമ്മൾ എം എന്ന് പറയുന്ന സാധനം തന്നെയാണ് 1, 2, 3 എന്നൊക്കെ എം അനുസരിച്ച് മാറും. അപ്പോൾ വൈ ബി ഇസ് ഈക്വൽ ടു സെഡ് ബൈ പി പ്ലസ് ഓർ മൈനസ് കെ. നെക്സ്റ്റ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നോക്കാം. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ വൈൻഡിങ് പിച്ച് ഇസ് ഈക്വൽ ടു +or -2m. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വൈ ബി മൈനസ് വൈ എഫ് ആണ് എന്ത് ലാപ്പ് വൈൻഡിങ്ങിൽ വരിക. വൈ ബി മൈനസ് വൈ എഫ്. ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. വൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൈ ബി മൈനസ് വൈ എഫ്. വേവിൽ വരുമ്പോൾ വൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സെഡ് +or -2m ഡിവൈഡഡ് ബൈ പി ബൈ ടു. സെഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സ്ലോട്ടാണ് സെഡ് എന്ന് പറയുന്നത്. സെഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സും സെഡ് തന്നെയാണ്. കാരണം പോൾ പിച്ച് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് പെർ പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ ആണ്. അപ്പോൾ വൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സെഡ് +or -2m ബൈ പി ബൈ ടു. വൈ ഡബ്ല്യു വൈൻഡിങ് പിച്ച് എന്ന് പറയുന്നത് വൈ ബി പ്ലസ് വൈ എഫ് ആണ്. അപ്പോൾ ലാപ്പും വേവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എന്ത്, ലാപ്പിൽ വൈ ബി മൈനസ് വൈ എഫ് ആണ്, വേവിൽ വൈ ബി പ്ലസ് വൈ എഫ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ലാപ്പ് വൈൻഡിങ് കൺസ്ട്രക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് വൈൻഡിങ്, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. നമ്പർ ഓഫ് പാരലൽ പാത്ത്, എൻ്റെ വാല്യൂ എത്രയാണ്, ലാപ്പ് ആണെങ്കിൽ എ ഈക്വൽ ടു പോൾ ഇൻറ്റു എം. സിംപ്ലക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും, അതാണ് നമ്മൾ എ ഈക്വൽ ടു പി എന്ന് എഴുതിയത്. സിംപ്ലക്സ് കൺസിഡർ ചെയ്തിട്ടാണ് എ ഈക്വൽ ടു പി എന്ന് എഴുതിയത്. പക്ഷേ ആക്ച്വലി എന്താണ്, പോൾ ഇൻറ്റു എം ആണ്. ഡ്യൂപ്ലക്സ് ആണെങ്കിൽ എത്ര വരും, ഡ്യൂപ്ലക്സ് ആണെങ്കിൽ 2p വരും, ട്രിപ്ലക്സ് ആണെങ്കിൽ 3p വരും. അപ്പോൾ പോൾ ഇൻറ്റു എം ആണ് എന്ത്, നമ്പർ ഓഫ് പാരലൽ പാത്ത് ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, വേവ് വൈൻഡിങ്ങിൻ്റെ കേസിലാണെങ്കിലോ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 2 × m. സിംപ്ലക്സ് ആണെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, 2 ആയിരിക്കും. നമ്മൾ നോർമലി കൺസിഡർ ചെയ്യാറ് സിംപ്ലക്സ് വൈൻഡിങ് ആണെന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യാറ്. അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ EMF ഇക്വേഷനിലൊക്കെ എ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഡ്യൂപ്ലക്സ് എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തല്ല, എ ഈക്വൽ ടു 2 അല്ല, എന്താണ് 2 × 2 ആണ്, 4 വരും. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 4 വരും. ഓക്കെ, അതിൽ എം ആണ് എത്ര പ്ലക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്, അതാണ് സിംപ്ലക്സ്. 1, 2 ആണെങ്കിൽ ഡ്യൂപ്ലക്സ്, 3 ആണെങ്കിൽ ട്രിപ്ലക്സ്, 4 ആണെങ്കിൽ ക്വാഡ്രോപ്ലക്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ആർമേച്ചർ വൈൻഡിങ്ങിൽ വരുന്നത്, DC ജനറേറ്ററിൽ. ഇനി നമ്മുടെ ആൾട്ടർനേറ്ററൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. മറ്റേ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്, പിന്നെ ഫുൾ പിച്ച്, ഫ്രാക്ഷണൽ പിച്ച്, എൻ്റെ EMF, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, പിച്ച് ഫാക്ടർ ഒക്കെ അതിനകത്താണ് വരുന്നത്. AC വൈൻഡിങ്ങിലാണ്. DC വൈൻഡിങ്ങിൽ ഫ്രണ്ട് പിച്ച്, ബാക്ക് പിച്ച്, കമ്മ്യൂട്ടേറ്റർ പിച്ച്, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് ടേംസ്. ഓക്കെ, പ്രോഗ്രസീവ്, റിട്രോഗ്രസീവ് ഒക്കെ AC-യിലുണ്ട്, അതുപോലെ DC-യിലും ഉണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കുറവാണ്, തിയറി വൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതൊക്കെ നമുക്ക് ഒന്നിച്ച് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, DC ജനറേറ്ററിൻ്റെ തിയറി പാർട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.